കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവ് എന്നെയും സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവവചനം വായിക്കുമ്പോൾ കർത്താവിൽ ഞാൻ ആരാണ്, ക്രിസ്തുവിൽ ഞാൻ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്, അവൻ നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവാനിടയായിത്തീരും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവിൽ ഞാൻ ആയിരിക്കണമെന്ന് ദൈവവചനം നമ്മളോട് പ്രബോധിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാകുവാനിടയായിത്തീരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. ബൈബിള് വായിക്കുമ്പോൾ നിങ്ങളിൽ കുറവുകളും കുറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകണം, തെറ്റൊന്നുമില്ല. പക്ഷേ ആ ബൈബിൾ വായിക്കുമ്പോൾ കുറവുകളും കുറ്റങ്ങളും കാണുന്നതിനേക്കാൾ ഉപരിയായി ആ കുറവുകളെയും കുറ്റങ്ങളിൽ നിന്നും മറികടക്കാൻ കഴിയുന്ന ദൈവകൃപയും ദൈവ സാന്നിധ്യവും നിങ്ങൾ കാണാനായി തുടങ്ങണം. അവിടെ ആ ജയകരമായ ക്രിസ്തീയ ജീവിതം ഉണ്ടാകുന്നത്. കുറവുകളെ കൊണ്ട് കരഞ്ഞ് അവിടെ ഇരിക്കാനല്ല, പകരം ആ കുറവുകളിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവിനെ കാണാനായി തുടങ്ങണം. അപ്പോഴാ ജയം ഉണ്ടാകുന്നത്. അപ്പോൾ എന്നോട് കൂടെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ, ദൈവവചനം എൻ്റെ മുഖത്തെ കാണിക്കുന്നതാണ്. എല്ലാവരും പറഞ്ഞ ദൈവവചനം. കുറച്ചും കൂടെ വ്യത്യാസമായി പറയാം, ദൈവവചനം ഞാൻ ആരാണ് ക്രിസ്തുവിലെന്ന് കാണിക്കുന്നതാണ്. ഇനി അടുത്ത വാചകം എന്നോട് കൂടെ പറയണേ. ഇത് ഞാൻ പറയുന്ന വാചകമാണ് ഇന്നത്തെ മെസ്സേജിലേക്ക് ഞാൻ വരുന്നത്. ദൈവവചനം എനിക്കുള്ളതിനെ കാണിക്കുന്നതാണ്. എനിക്ക് എന്തൊക്കെയുണ്ട്, കരമുയർത്തി എന്ന് പറഞ്ഞേ. ദൈവവചനം എന്ത് കാണിക്കും? എനിക്ക് എന്തൊക്കെ ദൈവം തന്നു. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. 3 യോഹന്നാൻ. ബൈബിൾ എല്ലാവരും എടുത്താട്ടെ. അതിന് ഒരു അധ്യായമേ അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. 3 യോഹന്നാൻ 2-ാമത്തെ വാചകം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകുമെന്ന് പറഞ്ഞ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം മനസ്സിലാകും. ദൈവവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാകും. അത് കണ്ണാടി പോലെ പിടികിട്ടും. ഞാൻ ആരായിരിക്കണം ഒന്ന് പറഞ്ഞാട്ടെ എന്നോട് കൂടെ. ഞാൻ ആരായിരിക്കണം എന്നത് എനിക്ക് മനസ്സിലാകും. ഇവിടെ എഴുതിയിരിക്കുന്ന വാചകം ശ്രദ്ധിച്ച്. എൻ്റെ പ്രിയനെ, എൻ്റെ ആത്മാവ്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. അടുത്ത വാചകം, നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. നമ്മുടെ ആത്മാവ് പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും നീ പെർഫെക്റ്റ് ആയിരിക്കണം. ഞാനിതിന് ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാവേ. Beloved, I pray that you may prosper in all things. എല്ലാ കാര്യത്തിലും നീ സമൃദ്ധി അനുഭവിക്കണം, നീ വർധനവ് അനുഭവിക്കണം. എല്ലാവരും നിന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, എല്ലാ കാര്യത്തിലും നീ വർധനവ് അനുഭവിക്കണം. ഓർക്കെ പറയണം. And be in health. ഏത് കാര്യത്തിലും വർധനവ് അനുഭവിക്കണം, സൗഖ്യത്തിലും വർധനവ് അനുഭവിക്കണം. സൗഖ്യത്തിലായിരിക്കണം നീ. ബി ഇൻ ഹെൽത്ത്, നീ സൗഖ്യത്തിലായിരിക്കണം. അടുത്തത്, ജസ്റ്റ് ആസ് യുവർ സോൾ പ്രോസ്പെറസ്. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിന്റെ ശരീരത്തിൽ നീ സൗഖ്യത്തിന്റെ പ്രോസ്പെറിറ്റി അനുഭവിക്കണം. മാത്രമല്ല എല്ലാ മേഖലയിലും നീ വർധനവ് അനുഭവിക്കണം. സൗരങ്ങളെ, ഇത് നമ്മുടെ ഉള്ളിലുള്ള കാര്യമല്ല കേട്ടോ. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എല്ലാ മേഖലയിലും എനിക്ക് വർധന ഉണ്ടായിരിക്കണമെന്ന്. ഏതെല്ലാം മേഖലയിലാണ് എനിക്ക് വർധന ഉണ്ടായിരിക്കേണ്ടത്? ഒന്ന്, എൻ്റെ ആരോഗ്യത്തിൽ ഞാൻ വർധനവ് അനുഭവിക്കുന്നയാളായിരിക്കണം. സൗഖ്യത്തിൻ്റെ വർധനവ് അനുഭവിക്കണം. സൗഖ്യത്തിൻ്റെ വർധനവോ അല്ലെങ്കിൽ സൗഖ്യത്തിൻ്റെ ധാരാളിത്വമോ? ഓ ലവ് യു ജീസസ്. എനിക്കത് ആഴത്തിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സൗഖ്യത്തിൻ്റെ ധാരാളിത്വം. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ സൗഖ്യത്തിൻ്റെ ധാരാളിത്വം അനുഭവിച്ചൊരു മനുഷ്യനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് അബ്രഹാം എന്ന്. 90-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ടാകും. 99-ാമത്തെ വയസ്സിൽ, ഞാൻ സർവശക്തനായ ദൈവമാണ്, അടുത്ത വർഷം നിനക്ക് എന്ത് സംഭവിക്കും? നിനക്കൊരു കുഞ്ഞിനെ പ്രാപിക്കാൻ കഴിയും. 99-ാമത്തെ വയസ്സിലാണ് അബ്രഹാം ആ ശബ്ദം കേൾക്കുന്നത്. 75-ാമത്തെ വയസ്സിലാണ് ദൈവം അവന് വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ 99-ാമത്തെ വയസ്സിലാണ് ദൈവം അവന് പ്രത്യക്ഷനായിട്ട് പറയുക, അബ്രഹാമേ, ഞാൻ നിനക്ക് നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞിനെ തരാൻ പോകുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 99 വയസ്സുള്ള അബ്രഹാമിൻ്റെ ശരീരം ഒരു 25 വയസ്സുള്ള ബാലിക്കാരൻ്റെ ശരീരം എന്ന പോലെ അവൻ്റെ യൗവനം പുതുക്കി വരാനായി തുടങ്ങി. ആമേൻ.
ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഏറ്റവും വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായത്, യൗവനം പുതുകി, അബ്രഹാം ചെറുപ്പക്കാരനായി. വേദപുസ്തകം സാറയെ കുറിച്ച് പറയുന്നത് സാറ ചെറുപ്പക്കാരിയായി. 90 വയസ്സുള്ള സാറ, അല്ലെങ്കിൽ 89 വയസ്സുള്ള സാറ ചെറുപ്പക്കാരിയായി. അബിമലേക്ക് എന്ന് പറഞ്ഞ രാജാവ് അവളെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ പട്ടണത്തിൽ ഏറ്റവും ചെറുപ്പക്കാരിയായി സൗന്ദര്യമുള്ള സ്ത്രീ ഇവളാണ്, ഇവളെ കല്യാണം കഴിച്ച് എനിക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നോടൊപ്പം ഒന്ന് പറഞ്ഞാട്ടെ, ആരോഗ്യത്തിൽ സമൃദ്ധി അനുഭവിക്കണം. ഉറക്കെ പറ, ആരോഗ്യത്തിൽ സൗഖ്യം അനുഭവിക്കണം, സമൃദ്ധി അനുഭവിക്കണം. എല്ലാവരും പറഞ്ഞേ, ആരോഗ്യത്തിൽ എന്തു വേണം? സമൃദ്ധി ഉണ്ടാകണം. ഒരിക്കൽ കൂടെ പറ, ആരോഗ്യത്തിൽ എന്തുണ്ടാകണം? സമൃദ്ധി ഉണ്ടാകണം. ഹല്ലേലൂയ. നിങ്ങളുടെ കിഡ്നിയുടെ ഫങ്ഷൻ കംപ്ലൈൻ്റ് ആണ് എങ്കിൽ നിങ്ങൾ അറിയേണ്ടത്, ആ ക്രിയാറ്റിൻ്റെ ലെവല് 1.2 എന്ന് പറയുന്ന ആ ബേസിക് ലെവലിൽ നിന്ന് 1.8 ആയി, 2.2 ആയി. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ക്രിയാറ്റിൻ, നിങ്ങളുടെ കിഡ്നി ഡാമേജ് ആകുകയാണ്. നിങ്ങൾ ഹെൽത്തി ആയി വരികയല്ല, നിങ്ങളുടെ ഹെൽത്ത് പോകുകയാണ്. അത് ആരോഗ്യത്തിൻ്റെ സമൃദ്ധിയല്ല. ആരോഗ്യത്തിൻ്റെ സമൃദ്ധി എന്ന് ഞാൻ പറയട്ടെ, 1.2 ആണ് മിനിമം ഒരു ആരോഗ്യമുള്ള ആളുടെ കിഡ്നിയുടെ ക്രിയാറ്റിൻ ലെവൽ വർക്ക് ചെയ്യേണ്ടത്. അതിന് നേരെ താഴോട്ട് 6ലേക്കും 0.6ലേക്കും 0.7ലേക്കും വന്നിട്ട് അത് കുറെ കൂടെ ഹെൽത്തി ആയിരിക്കുന്ന കിഡ്നിയുടെ ഫങ്ഷൻ, ക്രിയാറ്റിൻ ഫങ്ഷൻ ആണ് എങ്കിൽ നമുക്ക് പറയാം അയാളുടെ ആരോഗ്യം സാധാരണ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ പോലെ പെർഫെക്റ്റ് ആയിരിക്കുകയാണ്. അതിനെയാണ് സമൃദ്ധി എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? ആരോഗ്യത്തിൽ സമൃദ്ധിയുള്ളവരായി, സമ്പത്തിൽ സമൃദ്ധിയുള്ളവരായി. എല്ലാവരും കരമുയർത്തി പറഞ്ഞേ, ആരോഗ്യത്തിലും സമ്പത്തിലും ഞാൻ വർധനവുള്ളവനായി, സമൃദ്ധിയുള്ളവനായി ഇരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനങ്ങളിലേക്ക് വരാം. അതിൻ്റെ 35-ാം അധ്യായം എടുക്കാം. 27-ാമത്തെ വാചകം. ആ വാചകം എങ്ങനെ എഴുതിയിരിക്കുന്നത്? തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ. തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന ദൈവം മഹത്വം, അല്ലെങ്കിൽ പ്രസാദിക്കുന്ന ദൈവം മഹത്വമുള്ളവൻ. ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം. ഹു ടേക്സ് പ്ലഷേഴ്സ് ഇൻ ദ പ്രോസ്പെരിറ്റി ഓഫ് ഹിസ് സെർവന്റ്. തൻ്റെ ദാസൻ, തൻ്റെ മകൻ്റെ സമൃദ്ധിയിൽ സന്തോഷിക്കുന്ന ദൈവം. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, നിന്റെ ദാരിദ്ര്യത്തിലല്ല ദൈവം സന്തോഷിക്കുന്നത്. പറഞ്ഞോ നിങ്ങൾ? അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറ, നിന്റെ ദാരിദ്ര്യത്തിലല്ല ദൈവം സന്തോഷിക്കുന്നത്, നിന്റെ സമൃദ്ധിയിലാണ് ദൈവം സന്തോഷിക്കുന്നത്. വേറൊരാളോട് പറ, നിന്റെ അനാരോഗ്യത്തിലല്ല ദൈവം സന്തോഷിക്കുന്നത്, നിന്റെ ആരോഗ്യത്തിലാണ് ദൈവം സന്തോഷിക്കുന്നത്. ചിലർ പറയാറുണ്ട്, ദൈവം അനുവദിച്ചതല്ലേ, കഷ്ടപ്പാടല്ലേ, അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. നോക്ക്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്കും എനിക്കും വേണ്ടി കൊന്നുകളഞ്ഞത് രോഗിയായി ഞാൻ ഇരിക്കാനല്ല, പകരം രോഗസൗഖ്യം ഞാൻ അനുഭവിക്കാൻ വേണ്ടിയാണ്. യേശു കാൽവറിയിൽ മരിച്ചത് ഞാൻ രോഗിയായിരിക്കാനല്ല, ഞാൻ രോഗസൗഖ്യം അനുഭവിക്കാനാ. യേശു കാൽവറിയിൽ മരിച്ചത് ഞാൻ ദരിദ്രനായിരിക്കാനല്ല, ഞാൻ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്ന് സമൃദ്ധിയിലായിരിക്കാനാണ്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം, ദൈവം എന്നെക്കുറിച്ച് സന്തോഷിക്കുന്നത് ഞാൻ സമൃദ്ധിയിലായിരിക്കുമ്പോഴാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ പഠിപ്പിക്കണമെന്ന് ചിന്തിച്ചൊരു മെസ്സേജ് ഞാൻ പറയാം. സമൃദ്ധിയെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും തെറ്റായ കാഴ്ചപ്പാടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിൽ പ്രസംഗിക്കുമ്പോൾ ഒരു വാചകം പറഞ്ഞു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കേട്ടാട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ത്യയിലുള്ള ഒരു പാസ്റ്ററിനെ കുറിച്ചുള്ള സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസികൾക്കൊരു ധാരണയുണ്ട്. വിദേശത്തുള്ള ഒരു പാസ്റ്ററിനെ കുറിച്ച് അവിടുത്തെ വിശ്വാസികൾക്ക് ആ പാസ്റ്ററിനെ കുറിച്ചൊരു ധാരണയുണ്ട്. രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. കേൾക്കണ വ്യത്യാസം എന്തോന്ന്? ചർച്ചിൽ ഇന്ത്യയിലുള്ള പാസ്റ്റർമാരെ കുറിച്ച് ചർച്ചിലുള്ള വിശ്വാസികളുടെ ആഗ്രഹം, പാസ്റ്റർ എല്ലാ കാര്യം പ്രാർത്ഥിച്ച് നേടി, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്തെങ്കിലുമൊക്കെ ഞെരുക്കത്തിലൂടെ പോയി. അതിനപ്പുറത്തൊരു വിശ്വാസിക്ക് പാസ്റ്ററിനെ കുറിച്ചൊരു ചിത്രമില്ല. എന്നാൽ വിദേശങ്ങളിലുള്ള വിശ്വാസികൾക്ക് പാസ്റ്റർമാരെ കുറിച്ചുള്ള ചിത്രം അതല്ല. പാസ്റ്റർ പ്രസംഗിക്കുന്നത് സമൃദ്ധി നൽകുന്നൊരു ദൈവത്തെക്കുറിച്ചും ആരോഗ്യം നൽകുന്നൊരു ദൈവത്തെക്കുറിച്ചും ആകൊണ്ട് ആ മേഖലയിൽ, ആ പള്ളിയിൽ വെച്ച് ഏറ്റവും സമൃദ്ധി അനുഭവിക്കേണ്ടതും ആരോഗ്യം അനുഭവിക്കേണ്ടതും ആ പാസ്റ്ററാണെന്ന് അവർ വിശ്വസിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ.
ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളെക്കാൾ എല്ലാവരേക്കാൾ ആരോഗ്യവും അതിന് നിങ്ങൾക്ക് വിരോധം കാണത്തില്ല, സാമ്പത്തിക സമൃദ്ധിയിലുമാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിരുന്ന് പൂച്ചം പറയത്തില്ലേ? നിങ്ങൾ എന്തെന്താ മിണ്ടാത്തെ? നിങ്ങളെയൊക്കെ എല്ലാം ഞാൻ സാമ്പത്തികമായി ഉയർന്നിരിക്കുക. ഓ, പാസ്റ്റിന് എന്നാ കുഴപ്പം? പാസ്റ്റിന് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് കാറി പോകുന്നു, ഇങ്ങോട്ട് കാറി വരുന്നു. അങ്ങോട്ട് ഫ്ലൈറ്റ് പോകുന്നു, ഇങ്ങോട്ട് ഫ്ലൈറ്റ് വരുന്നു. നമ്മുടെ മലയാളിയുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറയാം, ആരാണോ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ആ പ്രസംഗിക്കുന്നവനാ ഏറ്റവും നന്നായി അത് അനുഭവിക്കേണ്ടത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ആ ചിന്തയ്ക്കൊന്നും ഞാൻ മാറ്റം വരുത്തത്തില്ല. കാരണം ഞാൻ വിശ്വസിച്ചതാ ഇതുവരെ ഞാൻ അനുഭവിച്ചത്. ഞാൻ പ്രയത്നിച്ചതല്ല ഞാൻ അനുഭവിച്ചത്, ഞാൻ വിശ്വസിച്ചതാ ഞാൻ ഇതുവരെ അനുഭവിച്ചത്. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അടുത്തിരിക്കുന്ന ആളോട് പറ, നീ ആരോഗ്യത്തിൽ സമൃദ്ധിയായിരിക്കുന്നതും സമ്പത്തിൽ സമൃദ്ധിയായിരിക്കുന്നതുമാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള സന്തോഷം. ദൈവം നിന്നിൽ സന്തോഷിക്കുന്നത് എങ്ങനെയാ? നീ ആരോഗ്യവാനായിരിക്കുന്നതാ. എല്ലാവരും പറ, ഞാൻ ആരോഗ്യവാനായിരിക്കുന്നത് ദൈവത്തിന് സന്തോഷം. അടുത്ത വാചകം എന്നോട് പറ, ഞാൻ സമൃദ്ധിയിലായിരിക്കുന്നത് ആർക്കിഷ്ടം? ദാരിദ്ര്യത്തിൽ ഇരിക്കുന്ന നമ്മളെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം എടുക്കാം, അതിൽ 15-ാം അധ്യായം എടുക്കാം, 16-ാം വാക്യം വായിക്കാം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അടുത്ത വാചകം നിങ്ങൾക്കൊന്ന് വായിക്കാവോ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദകീർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം എന്നാ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം എന്താ പറഞ്ഞത്? നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും ആ ഫലം നിങ്ങളിൽ നിലനിൽക്കേണ്ടതിനുമായിട്ട് അവനാക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ. അതിൻ്റെ യോഹന്നാന്റെ 15-ാം അധ്യായം 8-ാമത്തെ വാചകം ഒന്ന് വായിക്കാം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ഫലം കായ്ക്കുന്നതാണ് ആർക്ക് ഇഷ്ടമുള്ളത്? ദൈവത്തിന് ഇഷ്ടമുള്ളത്. എങ്ങനെ ഫലം കായ്ക്കണം? വളരെ ഫലം കായ്ക്കണം. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ഫലം കായ്ക്കണം. അത് കാരണം എന്ത് സംഭവിക്കും? എൻ്റെ പിതാവിന് മഹത്വം ഉണ്ടാകും. അപ്പൊ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് നീ ദാരിദ്ര്യത്തിൽ കിടക്കുന്നതല്ല, വെള്ളപ്പാണ്ടുമായിട്ട് നടക്കുന്നതല്ല, ക്യാൻസറുമായി നടക്കുന്നതല്ല. പകരം ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് നീ ആരോഗ്യത്തോടെ ഇരിക്കുന്നതാണ്, നീ സമൃദ്ധിയിൽ ഇരിക്കുന്നതാണ്. അവന് മഹത്വം ഉണ്ടാകുന്നത്. യേശുവിനെ വിളിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന നിങ്ങൾ എങ്ങനെ ഇരിക്കണം? സമൃദ്ധിയിലിരിക്കണം. ഒരു നല്ല ആമേൻ പറയാം. നമുക്ക് ശബ്ദകീർത്തി ഹല്ലേലൂയ പറയാം. ഒരിക്കൽ കൂടെ നല്ല ആമേൻ പറയാം. ഒരു വാചകം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം എടുക്കാം, 11-ാമത്തെ വാക്യം വായിക്കാം. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് ക്രിസ്തു യേശുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം. പൗലോസ് പറയുക, നിങ്ങൾ എങ്ങനെ ഇരിക്കണം? നീതിയുടെ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ നിറയണം. എന്ത് ചെയ്യണം? ഉറക്കെ പറ. നീതിയുടെ ഫലം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിറയണം. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഫലം കായ്ക്കണം, ആ ഫലങ്ങൾ കൊണ്ട് നിറയണം. ഹല്ലേലൂയ. ഫലങ്ങൾ കൊണ്ട് നിറയണം, ഫലം കായ്ക്കണം. അതിലാണ് ദൈവം നിങ്ങളിൽ സന്തോഷിക്കുന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദകീർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളുടെ മനസ്സിലാക്ഷിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് എത്ര പേര് മറുപടി പറയും? ഞാൻ കഷ്ടപ്പെടുന്നതാണ് ദൈവത്തിന് ഇഷ്ടം, അതുകൊണ്ടാണ് ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നത് എന്ന് ഒരിക്കലെങ്കിലും മനസ്സിൽ ചിന്തിച്ച് പറഞ്ഞിട്ടുള്ള ആളുകളെന്ന് കൈപൊക്കി കാണിച്ച് നിങ്ങൾ അങ്ങോട്ടും കൂടെ തിരിഞ്ഞു നോക്കിക്കേ. സർവ്വ എണ്ണം കൈപൊക്കിയുണ്ടോ? ഒരെണ്ണം പോലും കൈപൊക്കാതിരുന്നില്ല. ദൈവത്തിന് ഇഷ്ടം ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതാ. അങ്ങനെ പറയുന്ന ആളുകൾ, സ്ഥിരമായി പറയുന്ന ആളുകളെന്ന് കൈപൊക്കി കാണിച്ച് കണ്ടോ? ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കണ്ണാടി പോലെയാ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാകും. നിങ്ങളോട് ആരൊക്കെയോ പറഞ്ഞു, ദൈവത്തിന് ഇഷ്ടം നിങ്ങൾ രോഗിയായിരിക്കുന്നതാണ്, ദൈവത്തിന് ഇഷ്ടം നിങ്ങൾ ദരിദ്രത്തിൽ കിടക്കുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ രോഗിയാകുന്നതല്ല, നിങ്ങൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്നതല്ല. ദൈവത്തിന് ഇഷ്ടം നിങ്ങൾ സമൃദ്ധിയിൽ ഇരിക്കുന്നതാണ്. ദൈവത്തിന് ഇഷ്ടം. ആമേൻ. കർത്താവിലായിരിക്കുന്ന നാം ഓരോരുത്തരും എല്ലാ വിധത്തിലും സമൃദ്ധി അനുഭവിക്കണം. സമ്പത്തിലും ആരോഗ്യത്തിലും നന്മയിലും എല്ലാ വിധത്തിലും സമൃദ്ധിയുള്ളവരായിരിക്കുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവിക സമൃദ്ധി കൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും ജീവിതം നിറയുമാറാകട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം.
വലിയ അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഈ ഫാമിലി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആമേൻ. 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. സൂര്യ TV കണ്ട് ഏറ്റെടുത്തു. ഇപ്പോൾ കർത്താവ് 10 മാസം പ്രായമുള്ള അനുഗ്രഹിക്കപ്പെട്ട പെൺകുഞ്ഞിനെ യേശു നൽകിയിരിക്കുന്നു. ഇത് കോട്ടയം പബ്ലിക് മീറ്റിംഗ് സീരിയൽ നമ്പർ 7 ടെസ്റ്റിമണിയാണ് പറയുന്നത്. 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അമ്മയുടെ പേര് ഓമന തങ്കച്ചൻ എന്നാണ്. ഇവിടെ കോട്ടയം പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. തന്റെ മകൻ 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ കാരണം കൗണ്ട് വളരെ കുറവായിരുന്നു. മാത്രമല്ല സിസ്റ്ററിനെ വയറ്റിൽ ഫൈബ്രോയിഡും മുഴകളും ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ ഇവർ സ്ഥിരമായിട്ട് നമ്മുടെ 5:30ക്കുള്ള സൂര്യ പ്രോഗ്രാം കാണുകയായിരുന്നു. 5:30ക്ക് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജോൺ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, വയറ്റിൽ ഫൈബ്രോയിഡും മുഴകളും ഉള്ളുന്ന ഒരു സിസ്റ്ററെ തൊടുന്നു എന്ന് പറഞ്ഞു. അന്നേരം തന്നെ അവിടെ വിശ്വാസത്തോടെ ഏറ്റെടുത്തു. 2017 ഡിസംബറിൽ ക്യാരി ചെയ്തു. ഇവ വളരെ അനുഗ്രഹിക്കപ്പെട്ട പെൺകുഞ്ഞിനെ യേശു നൽകിയിരിക്കും. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. മോളുടെ യൂട്രസിൽ മുഴകൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പരിശോധിച്ചിട്ട് കണ്ടെത്തിയതാണോ? അതെ. ഇപ്പോ യൂട്രസിൽ ഇപ്പൊ മഴയുണ്ടോ? ഇല്ല. നിങ്ങളെന്താ കൈയടിക്കാത്തൊരു ആമേൻ പറയാത്തെ? അതിന്റെ കൂടെ ഈ കുഞ്ഞിനെടുത്തിരിക്കുന്ന അമ്മയ്ക്കും ഒരു വലിയ സൗഖ്യമാണ് കിട്ടിയിരിക്കുന്നത്. ഈ കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഏകദേശം 3 മാസത്തോളമായിട്ട് ശരീരത്തിൽ സ്ട്രോക്ക് വന്നായിരുന്നു. അയ്യോ, അമ്മയുടെ ശരീരം സ്ട്രോക്ക് വന്നിട്ട് വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ്, അതും TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റെടുത്ത് പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് അത്രത്തോളം വലിയ വിശ്വാസം ഉണ്ടെന്ന് അർത്ഥം. ആമേൻ. ബ്ലെസ് യു. ആമേൻ. സന്തോഷത്തോടെ പോയത്. കോട്ടയം മീറ്റിംഗ് സീരിയൽ നമ്പർ 25. ഇവരുടെ പേര് സുലു ഷാജി എന്നാണ്. കോട്ടയത്ത് നിന്നാണ് താൻ കടന്നു വരുന്നത്. തനിക്ക് അലർജിയെ തുടർന്ന് മൂക്കിൽ ദശ വളരുന്ന ഒരു അനുഭവമാണെന്ന് ഡോക്ടർ പറഞ്ഞത്. അലർജി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മൂക്കിൽ ദശ വളരുന്ന ഒരു പ്രയാസം. അത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുത്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു അതൊരു വൈറസ് ആണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ നിരന്തരമായിട്ട് നമ്മുടെ മീറ്റിംഗിൽ കടന്നു വരുന്നതാണ്. സിസ്റ്റർ പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കത്തിയും എന്റെ ദേഹത്ത് വെക്കത്തില്ല എന്ന് താൻ വിശ്വാസത്താൽ പറഞ്ഞു, പ്രാർത്ഥിച്ചു. താൻ ഡെലിവറൻസ് ക്യാമ്പിൽ നമ്മുടെ ഇതേപോലെ പബ്ലിക് മീറ്റിംഗിലും കടന്നു വന്നു. കർത്താവ് അത്ഭുതകരമായിട്ട് ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞതിനെ അത്ഭുതകരമായിട്ട് വിടുതൽ കൊടുക്കുവാനിടയായി. ആമേൻ. സിസ്റ്റർ ഒന്ന് പറയാവോ, എന്തുവായിരുന്നു സിസ്റ്ററിന്റെ പ്രയാസം? എപ്പോഴും മൂക്കിൽ കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കർച്ചീഫ് എപ്പോഴും വെള്ളമായിരുന്നു. 8-9 വർഷമായി. ഹോമിയോ കഴിച്ചു, എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ഫംഗസാണ്, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഓപ്പറേഷൻ ചെയ്യണം, MRI ചെയ്തു, പിന്നെ എക്സ്റേ ഒക്കെ എടുത്തു, ഡേറ്റ് പറഞ്ഞു. ഞാൻ പിന്നെ ആ വഴിക്ക് പോയില്ല. അപ്പം ഞാനിങ്ങനെ വന്ന് ഞാൻ ഈശോയെ വിശ്വസിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിനി എൻ്റെ ദേഹത്ത് കത്തി വയ്ക്കാൻ ഈശോ അനുവദിക്കുമല്ലോ ആ വിശ്വാസത്തോടെ നടന്നു. പിന്നെ എൻ്റെ മോൾക്ക് താൻ പറയുന്നത് തൻ്റെ മോൾക്ക് ജോലിക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു. കോയമ്പത്തൂരിലെ വിപ്രോയിൽ തൻ്റെ മോൾക്ക് ജോലി ലഭിച്ചു. അപ്പോൾ തന്നെ താൻ പറയുന്ന മറ്റൊരു സാക്ഷ്യം, താൻ ഒറ്റയ്ക്കായിരുന്നു യേശുവിൻ്റെ സന്നിധിയിൽ കൂട്ടായ്മയിൽ ഇതേപോലുള്ള മീറ്റിങ്ങിൽ കടന്നു വരുന്നത്. വീട്ടിൽ എതിർപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ കുടുംബമായിട്ട് ഡെലിവറൻസ് ക്യാമ്പിലും വന്നു, പബ്ലിക് മീറ്റിങ്ങിലും വരുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കിയെന്നാണ് താൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ മൂക്കിനകത്ത് യാതൊരു പ്രയാസവും ഇല്ല, പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഇപ്പൊ കർച്ചീഫ് കയ്യിൽ വേണ്ട. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ആമേൻ. അങ്ങനെ മോൾക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. തൃശ്ശൂർ ഏരിയ നമ്പർ 13. ഓക്കെ ബ്രദറെ, ഈ സഹോദരന് വേണ്ടി ഈ സഹോദരി സാക്ഷ്യം പറയാൻ കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇവന്റെ പേര്? ഈ മകൻ അമൽ എന്നാണ് പേര്. എവിടുന്ന വരുന്നത് ബ്രദറെ? ഇവര് ഇവിടെ തൃശ്ശൂർ പീച്ചിയിൽ നിന്നാണ് വരുന്നത്. ഈ ബ്രദർ ഈ മകനെ 5 വർഷമായിട്ട് ചെവിയിൽ പഴുപ്പാണ്. 5 വർഷമായിട്ട് ചെവിയിൽ പഴുപ്പായിരുന്നു. നല്ല മണം വരും. വളരെ അസ്വസ്ഥതയായിരുന്നു, ദുർഗന്ധം ഉണ്ടായിരുന്നു, വളരെ പ്രയാസമായിരുന്നു. കഴിഞ്ഞ നവംബറിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ നവംബറിൽ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തൊട്ടു. അന്ന് മുതൽ പരിപൂർണ സൗഖ്യമായി. ആമേൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. മോളെ ആങ്ങളെയാണോ? ഇവന് എത്ര വയസ്സുണ്ട് ഇപ്പൊ മോളെ? എത്ര നാളുകൾക്ക് മുമ്പാണ് ഇവൾക്ക് ഇവന് ചെവിക്ക് പ്രയാസം ഉണ്ടായി തുടങ്ങിയത്? 7 വയസ്സ്. 7 എന്ന് പറഞ്ഞാൽ ഏകദേശം 5 വർഷമായിട്ട് 2 ചെവിയും പഴുക്കും. ഇപ്പൊ കഴിഞ്ഞ നവംബർ മുതൽ ഈ മാസം വരെ എന്ന് പറയാൻ ഏകദേശം 8-10 മാസമായി. ഈ 10 മാസമായിട്ട് ഇവന് ചെവി പഴുക്കുന്നില്ല. മോനൊന്ന് പറഞ്ഞേട്ടാ, മോന്റെ ചെവി പഴുപ്പ് പൂർണ്ണമായിട്ട് മാറിയോ? മാറി. അതുകൊണ്ട് എന്തൊക്കെയായിരുന്നു മോന് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു പ്രയാസം ഉണ്ടായിരുന്നു? വെള്ളം വരും. എപ്പോഴും വരുമോ? എപ്പോഴും വരും. കംപ്ലീറ്റ് ടൈം ഇത് വന്നോണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ആരെയും ഒരു ഡോക്ടറെ കാണിച്ചില്ലേ? ഡോക്ടർ എന്താ മറുപടി പറഞ്ഞേ? വേറെ സൊല്യൂഷൻ ഒന്നും ഇല്ല. ഓക്കെ, ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇപ്പൊ മോന് സ്കൂളിൽ പോകുമ്പോൾ ഇത് ബുദ്ധിമുട്ടായിരിക്കത്തില്ലേടാ, ദുർഗന്ധം ഉണ്ടെങ്കിൽ? ആണോ? ചെറിയ സങ്കടം വരുന്നുണ്ട്. ഓക്കെ, ലവ് യു.
ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. 11 വയസ്സുള്ള ഒരു മോൻ്റെ ചെവിയിൽ നിന്ന് പഴുപ്പ് 2 ചെവിയിൽ നിന്നും വരുന്നതും ദുർഗന്ധമുള്ളതുമാണ് എങ്കിൽ അത് വിഷമമാണ് സ്കൂളിൽ പോകുമ്പോൾ. എന്നാൽ ദൈവം അവനെ സൗഖ്യമാക്കിയത് ഓർത്ത് ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. താങ്ക് യു വെരി മച്ച്. സന്തോഷമായിട്ട് പോയത്. ഈ ആന്റിയുടെ പേര് വിജയ എന്നാണ്. ഈ ആന്റിയുടെ മകൾ കാർത്തിക. ഈ മകൾക്ക് ഏകദേശം 12 വർഷത്തിന് മുമ്പുണ്ടായ ഒരു സൗഖ്യം പറയാൻ വേണ്ടിയാണ് ആയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മോൾക്ക് ചേച്ചി ഒന്ന് പറഞ്ഞേ. അവളുടെ പേര് കാർത്തിക. അവള് ഒരു 10-11 വർഷം മുന്നേ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾക്ക് വയറിനകത്ത് പുണ്ണായിരുന്നു. പിന്നെ കാഴ്ചക്കുറവുണ്ടായിരുന്നു കണ്ണിന്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അപ്പം ടോയ്ലറ്റ് പോകണം. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകുതി അതൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും പകുതിയായിട്ട് പോകും. അപ്പോൾ അവൾ സ്ഥിരം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എന്നും രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പകുതിയാകുമ്പോൾ അവളുടെ കൂടെ പോയിട്ട് നിൽക്കണം. അവൾ എന്നെ വിളിക്കും, അവൾക്ക് വയറ് വേദനിക്കണം എന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, നീ അതൊരു ശീലാക്കിയതുകൊണ്ടാണ് ദിവസം ഇങ്ങനെ പോകണമെന്ന് പറയും. പക്ഷെ അവൾക്ക് അസുഖമായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ കുന്നംകുളത്ത് ലോട്ടസ് പാലസിൽ പ്രയർ എടുക്കുമ്പോൾ ബ്രദർ വന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കുന്നംകുളം ലോട്ടസ് പാലസിൽ ബ്രദറിന്റെ മീറ്റിംഗിൽ വന്ന് സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രദർ സ്റ്റേജിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഈ മോളേനപ്പോൾ ദൈവം തൊടുകയാണ്, അവളുടെ കണ്ണിന് കാഴ്ച ശക്തി കിട്ടുകയാണ്, അവൾക്ക് 30% ഇപ്പോൾ കാഴ്ചയുള്ളൂ, അതിപ്പോൾ ദൈവം തൊട്ട് മുഴുവനായിട്ട് സൗഖ്യം വരികയാണ്, പിന്നെ കുടലിൽ നിറയെ പുണ്ണാണ്, അതുകൊണ്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു. പക്ഷെ ഞങ്ങളത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഇപ്പം നിൻ്റെ തോന്നലാവെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്നത്. പക്ഷെ ബ്രദർ അത് പറഞ്ഞു. അന്ന് രാത്രി പോയിട്ട് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് അന്ന് തൊട്ടിട്ട് അവൾക്ക് ആ അന്ന് അവൾ കക്കൂസിലേക്ക് പോകാനോ ഒന്നിനും പോയില്ല. പിന്നെ ആ ബുദ്ധിമുട്ടേ കണ്ടിട്ടില്ല. വലിയ കാര്യമാണ്. കൈയടി. ഇത് 12 വർഷം മുമ്പ് നടന്നതാണ്. കർത്താവ് കാഴ്ച തിരിച്ചു കൊടുത്തു. കഴിഞ്ഞില്ല, ആ കുടലിലെ പുണ്ണിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കൊടുത്തു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മ എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. ആരെങ്കിലും കൂടെ ഉണ്ടോ ചോദിച്ചു. അപ്പം ഞാനുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി ബാക്കിലായിരുന്നായിരുന്നു. അപ്പം ഞാനവിടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിനക്ക് കാലിന് മുട്ട് മടങ്ങുന്ന വീഴാൻ പോകുന്നൊരു പ്രശ്നം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് സത്യമായിരുന്നു. ഞാൻ ഏത് സമയത്തും വീഴാൻ പോവായിരുന്നു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാൽമുട്ട് മടങ്ങിയിട്ട് അങ്ങോട്ട് വീഴാൻ പോകും. അപ്പോൾ കൈ കുത്തുക ചെയ്യാൻ ഞാൻ താഴ്ത്ത്. അങ്ങനെ കുറച്ച് നാൾ ഞാൻ ബുദ്ധിമുട്ടി. പക്ഷെ അന്ന് രാത്രി എൻ്റെ ആ രോഗവും മാറി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചായിട്ട്. ബ്രദർ, സീരിയൽ നമ്പർ 15 തൃശ്ശൂർ മീറ്റിംഗ്. ഓക്കെ. ഈ സിസ്റ്ററിന്റെ പേര് പ്രസന്ന എന്നാണ്. താൻ തൃശ്ശൂരിൽ നിന്നാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് ശക്തമേറിയ നടുവേദനയായിരുന്നു. വിറക് കീറിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ വേദന തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് മാറിയിട്ടില്ല. അപ്പോൾ തന്നെ ഗ്യാസ് ട്രബിൾ ഉണ്ടായിരുന്നു. അങ്ങനെ 10 വർഷമായിട്ട് നടുവേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മീറ്റിംഗിൽ കടന്നു വരുന്നത്. സിസ്റ്റർ പറയുന്നത് തനിക്ക് ഇരിക്കുവാനോ നിൽക്കുവാനോ, കൂടുതൽ നേരം നിൽക്കുവാനോ ജോലി ചെയ്യാനോ ഒക്കെ പ്രയാസമായിരുന്നു. എന്നാൽ നമ്മുടെ മീറ്റിംഗിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് സിസ്റ്റർ പറയുകയാണ്, യാതൊരുവിധ കുഴപ്പവുമില്ല, 10 വർഷം ആയിട്ടുള്ള നടുവേദന കർത്താവ് സൗഖ്യമാക്കി. അപ്പോൾ തന്നെ സിസ്റ്റർ പറയുന്നു, സൗഖ്യമായിട്ട് 8 മാസമായി, ഇപ്പോൾ യാതൊരുവിധ കുഴപ്പവും ഇല്ലെന്നാണ് പറയുന്നത്. 8 മാസത്തിന് ശേഷമാണ് സൗഖ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. സിസ്റ്റർ എത്ര വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു? 10 കൊല്ലത്തോളായി. വിറക് വെട്ടുമ്പോൾ വന്നതാണ് തണ്ടൽ വേദന. പിന്നെ കഴിച്ച് അങ്ങനെ കുറച്ച് ഭേദാവും. പിന്നെ ജോലിക്കൊക്കെ പോവും. വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് ജോലിക്കും പോകും. അപ്പൊ ചേച്ചിയുടെ നടുവേദന മാറി എന്ന് പറഞ്ഞാൽ ശരിയാണോ? മാറി. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണോ മാറി? അതെ. അപ്പോൾ തന്നെ ബ്രദറെ പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് സിസ്റ്റർ പറയുകയാണ് പച്ചവെള്ളത്തിൽ കുളിക്കാം. പക്ഷെ ഒരു ദിവസം 20 രൂപ വേണം തനിക്ക് ജോലിക്ക് പോകാൻ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ തനിക്ക് പൈസ ഇല്ലായിരുന്നു. സിസ്റ്റർ പറയുകയാണ്, അയ്യോ കർത്താവേ, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഈ ആഴ്ച ജോലിക്ക് പോകണമല്ലോ. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ബാഗ് തുറന്നപ്പോൾ 500 രൂപ ഇരിക്കുന്നെന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതും തന്റെ ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യമായിട്ടാണ് താൻ. നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് അങ്ങനെയൊക്കെ ചെയ്യാം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. താങ്ക് യു. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിച്ച എല്ലാ മേഖലയിലും ദൈവിക സമൃദ്ധി അനുഭവിക്കാൻ തക്കോണം യേശുവിൻ്റെ നാമത്തിലിടയാവട്ടെ അപ്പാ. കർത്താവെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന പിതാവേ, താങ്ക് യു ജീസസ്. കർത്താവെ, ദൈവവചനം വായിക്കുമ്പോൾ കർത്താവെ, അത് കേൾക്കുമ്പോൾ എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കർത്താവെ അതിനെ ഏറ്റെടുക്കുവാൻ തക്കോണം ഇടയാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, കുടുംബത്തിലായിരിക്കുന്ന തകർച്ചകൾ കർത്താവെ, ദൈവജനത്തിന് അടിസ്ഥാനമല്ലാത്ത വിധത്തിൽ കർത്താവെ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും തൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുവാൻ തക്കോണം യേശുപിച്ച അവിടുത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ അപ്പാ. അവിടുത്തെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുപിച്ച. കർത്താവെ, കിഡ്നിക്ക് പ്രയാസമായതിനെ തുടർന്ന് കർത്താവെ,
വേദനയോടെ ആയിരിക്കുന്ന ഈശോപിച്ച ആ കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുന്ന കുഞ്ഞുമായിരിക്കുന്ന കർത്താവെ ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ കുഞ്ഞ് സൗഖ്യമാവട്ടെ അപ്പ, അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ അപ്പ. കർത്താവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ തൈറോയിഡ് ഗ്ലാൻഡ് അതിൽ ഇംബാലൻസ് ആയതിനെ തുടർന്ന് അത് വീർത്തായിരിക്കുന്ന കർത്താവെ അതിന് പ്രയാസം അനുഭവിക്കുന്ന ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടുത്തെ സൗഖ്യം ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കട്ടെ അപ്പ. യേശുവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ കണങ്കാല് മടുത്തു പോകുന്നതിന്, അതായത് ചരിഞ്ഞു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പ്രയാസമുണ്ടാവുന്ന, കാലിൽ നീര് വരുന്ന ആ വ്യക്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു അപ്പ. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവെ കർത്താവിലായിരിക്കുന്ന കർത്താവിനെ അറിഞ്ഞ ആ കുടുംബങ്ങളിൽ എൻ്റെ ദൈവത്തിൻ്റെ സമൃദ്ധി വ്യാപരിക്കട്ടെ അപ്പ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ പിശാചിന് ആ കുടുംബത്തിൽ യാതൊരു ഇടവുമില്ല. എൻ്റെ ദൈവത്തിൻ്റെ നിറവ് ആ കുടുംബത്തിലുണ്ടാവട്ടെ അപ്പ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരായിരിക്കുന്ന വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവട്ടെ അപ്പ. രോഗികളായിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ ചിറയും കീഴ്മറിച്ചോളട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.